കുറഞ്ഞ കുഞ്ഞിൻ്റെ വളർച്ച മുരടിക്കുകയാണ് ചെയ്യുന്നത്. തീരെ മുരടിച്ചാൽ വയറ്റിൽ കിടന്ന് തന്നെ അത് ജീവൻ പോവുകയും, അതായത് ഇൻട്രായൂട്ടൈൻ ഡെത്ത് ഉണ്ടാവുകയും, ഗർഭിണികളിൽ ഉണ്ടാകുന്ന രക്തസമ്മർദ്ദം, ഉയർന്ന ബ്ലഡ് പ്രഷർ, അതാണ് രക്തസമ്മർദ്ദം. അത് വളരെയധികം കോംപ്ലിക്കേഷൻ അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ്. നമ്മളുടെ ഡെവലപ്പിംഗ് കൺട്രിയാണ്, ഇവിടെ കൂടുതലുണ്ട്. എന്നാലും ഡെവലപ്ഡ് കൺട്രീസിൽ പോലും ഈ ഒരു മരണനിരക്കും ശിശുമരണ നിരക്കും കൂടുതലായിട്ട് ഇന്നും കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഉയർന്ന രക്തസമ്മർദ്ദം. ഈ രോഗത്തിനെ നമ്മൾ പ്രീ എക്ലാംസിയ അല്ലെങ്കിൽ ജസ്റ്റേഷൻ ഹൈപ്പർ ടെൻഷൻ എന്നാണ് വിളിക്കുന്നത്. ഇത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ അപകടം ഉണ്ടാക്കുന്ന അവസ്ഥയാണ്. അപ്പം നമ്മൾ ചെയ്യാനുള്ളത്, അമ്മയ്ക്കുണ്ടാകുന്ന അവസ്ഥയെന്ന് വെച്ചാൽ ഈ പ്രഷർ കൂടി നമ്മൾ നേരായ സമയത്ത് കണ്ടുപിടിച്ച് മരുന്നുകൾ കൊണ്ട് നിയന്ത്രിച്ചില്ല എങ്കിൽ ഗർഭഛന്നി അഥവാ എക്ലാംസി എന്ന ഗുരുതരമായ ഒരവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ മറുപിള്ള വയറ്റിൽ കുഞ്ഞ് വെളിയിൽ വരുന്നതിന് മുമ്പ് മറുപിള്ള വിട്ടുവരും. അതിൻ്റെ പേര് അബ്രപ്ഷ്യ പ്ലാസൻ്റ എന്നാണ്. അത് വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് സഡൻ ഡെത്താണ് അതിൻ്റെ റിസൾട്ട്. പിന്നെ അമ്മയ്ക്ക് കിഡ്നി ഫെയിലിയറും രക്തം കട്ട പിടിക്കാത്ത ഒരവസ്ഥയിലേക്കും അമ്മ പോകുന്നു. അപ്പോൾ അത് അത്രത്തോളം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. എക്ലാംസിയ അഥവാ ഗർഭശന്യ വന്നാൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അതിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട്, അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് തലച്ചോറിലേക്ക് ബ്ലീഡിങ് ഉണ്ടാവുകയും അമ്മയ്ക്ക് വളരെ സീരിയസ് ആയ ഒരു കണ്ടീഷനിൽ പോവുകയും ചെയ്യും. അതുപോലെ തന്നെ കുഞ്ഞിന് മെയിനായിട്ട് വരുന്നത് ഈ രക്തഓട്ടം, കുട്ടിക്കുള്ള പ്ലാസൻ്റ വഴിയുള്ള രക്തഓട്ടം വളരെ കുറഞ്ഞ കുഞ്ഞിൻ്റെ വളർച്ച മുരടിക്കുകയാണ് ചെയ്യുന്നത്. തീരെ മുരടിച്ചാൽ വയറ്റിൽ കിടന്ന് തന്നെ അത് ജീവൻ പോവുകയും, അതായത് ഇൻട്രായൂട്ടൈൻ ഡെത്ത് ഉണ്ടാവുകയും, വെയിറ്റ് കുറഞ്ഞ ഒരു കുഞ്ഞിൻ്റെ എല്ലാ കോംപ്ലിക്കേഷൻസും ആ കുഞ്ഞിനുണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതിന് നമ്മൾ എങ്ങനെ ചികിത്സിക്കുന്നു? വേറെ ലിവറിനെ ബാധിക്കുന്ന വേറൊരു സങ്കീർണതയും അമ്മയ്ക്കുണ്ടാകാം. ഹെൽപ്പ് സിൻഡ്രോം എന്നൊരു സങ്കീർണതയുണ്ടാകും. ഹെൽപ്പ് സിൻഡ്രോമൊക്കെ വന്നാൽ അമ്മയ്ക്കുള്ള മാതൃമരണ നിരക്ക് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് ശരിയായ ഗർഭകാല ശുശ്രൂഷ അല്ലെങ്കിൽ ആന്റിനേറ്റൽ ചെക്കപ്പ് കൊണ്ട് BP ഉണ്ടാകുന്നത് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിന് തക്ക മരുന്നുകൾ നമ്മൾ കൊടുക്കുക. പ്രഷറിനുള്ള മരുന്നും, അഥവാ പേഷ്യൻ്റ് ഒരു പ്രഷർ വന്നു തലവേദനയോടെ വരുന്നെങ്കിൽ നമ്മൾ അതിന് ഇമ്മിനൻ്റ് എക്ലാംസിയ എന്ന് പറയും. അപ്പോൾ എക്ലാംസിയ വരാതിരിക്കാനുള്ള പ്രിവെൻറ്റീവായിട്ടുള്ള ഇഞ്ചക്ഷൻസും ഉണ്ട്. മഗ്നീഷ്യം സൾഫേറ്റ് എന്നൊരു മരുന്നാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. അപ്പം ഇത് ഒരുപാട് മാതൃമരണം ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് ഈ BP കൂടിയിട്ട് എക്ലാംസിയ ആയിക്കഴിഞ്ഞാൽ. അപ്പോൾ എക്ലാംസിയയിലേക്ക് പോകാതിരിക്കാൻ നമുക്ക് ഒരു ഗർഭിണിയിലുണ്ടാകുന്ന പ്രഷർ നമുക്ക് വരാതിരിക്കാൻ മാർഗ്ഗങ്ങളൊന്നും വലുതായിട്ടില്ല. പക്ഷേ സീരിയസ് ആവാതിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ നമുക്ക് ചെയ്യാം. BP കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എക്ലാംസിയ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പ്രോഫൈലാക്റ്റിക്കായിട്ട് നമുക്ക് അതിനുള്ള മരുന്നുകൾ ഞരമ്പ് വഴി കൊടുത്താൽ നമുക്ക് പ്രഷർ നിയന്ത്രിക്കാൻ പറ്റും. അതേപോലെ കുഞ്ഞിൻ്റെ വളർച്ച BP കൊണ്ട് നിയന്ത്രിക്കും. 2 തരത്തിലുണ്ട്. 24 ആഴ്ചയ്ക്ക് മുമ്പേ വരുന്നതും അതിനുശേഷം വരുന്ന പ്രീ എക്ലാംസിയ ഉണ്ട്. അപ്പം താമസിച്ച് വരുന്ന പ്രീ എക്ലാംസിയ 24 അല്ല 34 ആഴ്ചയ്ക്ക് ശേഷം വരുന്ന പ്രീ എക്ലാംസിയ കുട്ടിയുടെ വളർച്ച വലിയ തോതിൽ ബാധിക്കുന്നില്ല. പക്ഷേ നമ്മളൊരു 5 മാസത്തിലെ BP തുടങ്ങിക്കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ വളർച്ച മുരടിക്കും. അപ്പം അത് കണ്ടുപിടിക്കുകയും ശരിയായ രീതിയിൽ നിയന്ത്രിക്കുകയും, പിന്നെ 34 ആഴ്ച ആയി കഴിഞ്ഞാൽ സങ്കീർണതകൾ കൂടുതൽ സങ്കീർണതകൾ ഉണ്ടാകാം. ഞാൻ നേരത്തെ പറഞ്ഞ അബ്രപ്ഷ്യ പ്ലാസൻ്റ വിട്ടുപോകുന്ന കണ്ടീഷൻ, ഹെൽപ്പ് സിൻഡ്രോം തുടങ്ങിയ എക്ലാംസിയ തുടങ്ങിയ 3 ഗുരുതരാവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ അങ്ങനെയുള്ള രോഗികൾ BP വളരെ കൂടുതലാണ്. അവരെ നമുക്ക് ചിലപ്പം അമ്മയ്ക്ക് വേണ്ടി കുഞ്ഞിനെ നേരത്തെ എടുക്കേണ്ട അവസ്ഥ ഉണ്ടാകും. അപ്പോൾ പ്രിമച്വർ ഡെലിവറി ആയിത്തീരുന്നു. അപ്പോൾ കുട്ടിയെ പിന്നെ നേഴ്സറി വെക്കാനും ഉള്ള അവസ്ഥകളും ഉണ്ടാകുന്നുണ്ട്. കൂടുതൽ ദിവസം നേഴ്സറി വെക്കേണ്ടി വരും. അപ്പം ഈ 34 വീക്സാണ് ഇപ്പോഴൊക്കെ പറയുന്നത്. അത് പിന്നെ നോൺ സിവിയർ ആൻഡ് സിവിയർ എന്നാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. സിവിയർ എക്ലാംസിയ ആണെങ്കിൽ നമ്മൾ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി ഏകദേശം 34 ആഴ്ച കഴിഞ്ഞാൽ കുട്ടികളെയൊക്കെ ഇപ്പോൾ സർവൈവ് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ 34 ആഴ്ച ആയിക്കഴിഞ്ഞാൽ പിന്നെ ഗർഭം കൂടുതൽ അങ്ങോട്ട് തുടരത്തില്ല. കാരണം അമ്മയ്ക്ക് എക്ലാംസിയ ആകുകയോ ഹെൽപ്പ് സിൻഡ്രോം വന്നാലോ പിന്നെ റീനൽ ഫെയിലിയർ വന്നാലോ അബ്രപ്ഷ്യ പ്ലാസൻ്റ വന്നാലോ മാതൃമരണ നിരക്കാണ് കൂടുന്നത്. അപ്പം നമ്മൾ അങ്ങനെയുള്ള നോൺ സിവിയർ പ്രീ എക്ലാംസിയയ്ക്ക് നമ്മൾ ഇപ്പോഴത്തെ പ്രോട്ടോകോൾ പ്രകാരം 34 വീക്സ് മതി എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ സമയത്ത് വജൈനൽ ഡെലിവറി, നോർമൽ ഡെലിവറിക്ക് കണ്ടീഷനൊക്കെ ഫേവറബിൾ ആണെങ്കിൽ നമ്മൾ ഡെലിവറി ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ സിസേറിയൻ ചെയ്യുകയോ ചെയ്യണം. അതേസമയം പിന്നെ നോൺ സിവിയർ ആണെങ്കിൽ നമുക്ക് ഏകദേശം 37-38 ആഴ്ച വരെ കൊണ്ടുപോയാൽ കുഞ്ഞിൻ്റെ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു കിട്ടും. എന്നാലും കുട്ടിക്ക് വളർച്ചക്കുറവാണ്, നല്ല വളർച്ചക്കുറവാണ്. 2.5 കിലോ ആണ് മിനിമം വെയിറ്റ്. അതിലും താഴെ, അതായത് 1.5 കിലോ ഒക്കെ ഉള്ളെന്നുണ്ടെങ്കിൽ ഡോപ്ലർ നോക്കണം. കുട്ടിയുടെ രക്തഓട്ടം കണ്ടുപിടിക്കുന്ന ഡോപ്ലർ അബ്നോർമാലിറ്റീസ് വെച്ചാണ് നമ്മൾ പ്രസവം നടത്തേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ഈ രീതിയിലുള്ള പരിശോധനകളെല്ലാം കറക്റ്റായിട്ട് ചെയ്താൽ നമുക്ക് വലിയ കോംപ്ലിക്കേഷൻ കൂടാതെ അമ്മയും കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ പറ്റും.